ഹലോ, ഇന്ന് നമ്മൾ അൽബേനിയയിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ മോണ്ടിനെഗ്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് മോണ്ടിനെഗ്രോയിലെ കാഴ്ചകളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ഇത് കണ്ടോ, ഇതാണ് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. മോണ്ടിനെഗ്രോയിലെ കോട്ടൂർ. ചുറ്റുമല, നടുക്ക് കടല്, തടാകം പോലെ ഒരു കടൽ കിടക്കുന്നു. കടലിലെ വെള്ളം, ഇത് എന്ത് രസമാണ്, അടിപൊളി. നമ്മൾ ആ മലയുടെ മേളിൽ നിന്ന് കണ്ട കോട്ടൂര് അതിൻ്റെ താഴത്തെത്തി. ഇത് താഴെ നിന്നുള്ള കോട്ടൂരിൻ്റെ ഒരു വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടൂരിൻ്റെ ഓൾഡ് സിറ്റിയിലാണ് നിൽക്കുന്നത്. നമ്മൾ മലയുടെ മേളിൽ നിന്ന് കണ്ട ആ കോട്ടൂർ സിറ്റിയുടെ ഓൾഡ് സിറ്റിയുടെ അകത്തുള്ള ചില ബിൽഡിങ്സ് ആണ് കാണുന്നത്. നമ്മളേ ഈ കോട്ടൂർ ടൗണിൽ വന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു സ്ഥലത്ത് പിസ്സ കഴിക്കാൻ വേണ്ടി പോണ വഴി നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഇത് ഓൾഡ് സിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ഗള്ളികൾ പോലെ കുറേ വഴികളുണ്ട്. അടിപൊളിയാണ്, നല്ല രസം. ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എന്തൊരു ഭംഗിയാണ് കാണുന്നത് നോക്കുക. ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ നടക്കുവാണെങ്കിൽ അടിപൊളി, നല്ല രസം. ഫൈനലി നമ്മൾ പിസ്സയുടെ ഷോപ്പിലെത്തി. ഇതാണ് നമ്മുടെ പിസ്സയുടെ ഷോപ്പ്. നമ്മളങ്ങനെ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. നല്ല നൈസ് ആംബിയൻസ് ഉള്ള ഒരു അടിപൊളി പിസ്സ ഹൗസ്. നമ്മളൊരു ബോട്ടിങ്ങിലാണ്, ഒരു സ്പീഡ് ബോട്ടിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ അടുത്ത് ഗീർ കയറാൻ പോവാ. പിന്നെ 20 മിനിറ്റ്സ് നമ്മൾ ആ സ്പീഡ് ബോട്ടിൽ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഈ അവർ ലേഡി റോക്ക് അല്ലേ, അവർ ലേഡി ഓഫ് റോക്സ് എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ അവിടെ എത്തി. ഞാൻ ചർച്ച് കാണിക്കും. ഇതാണ് മനോഹരമായ അവർ ലേഡി ഓഫ് റോക്സ് എന്ന് പറയുന്ന ചർച്ച്. ഇത് ഒരു ഐലൻഡിലാണ് നിൽക്കുന്നത്. ചുറ്റും വെള്ളമാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഈ ലൊക്കേഷൻ. ഭയങ്കര അത്ഭുതം. ചുറ്റും മല, അവിടെ നമ്മുടെ കടലിലെ വെള്ളം കയറി കിടക്കുന്നു. അതിൻ്റെ നടുക്ക് ഒരു പള്ളി. ഇതിന് അവർ ലേഡി ഓഫ് റോക്സ് എന്നല്ല, ഈ പള്ളി റോക്സ് ആണല്ലേ, റോക്കി. ഇത് കണ്ടോ, ഇത് ആ പള്ളിയിൽ നിന്ന് ഒരു പ്ലാറ്റ്ഫോം പോലെ നീണ്ടു കിടക്കുന്നൊരു സ്ഥലമാണ്. ഈ കോട്ടൂർ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഒരു ചുറ്റും അടിപൊളി മലകൾ, അതിൻ്റെ താഴ്വരയിൽ ഒരുപാട് പട്ടണങ്ങൾ, ചെറിയ ചെറിയ പട്ടണങ്ങൾ. അതിൻ്റെ നടുക്ക് ഇതേപോലെ ഒരു ദ്വീപ്, ആ ദ്വീപിൽ ഒരു ചർച്ച്. അടിയിലോട്ട് നോക്കി, വലിയ മീൻ. അതല്ലേ, അതല്ലേ ആൾക്കാരോട് ഇറങ്ങുന്നത്. അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നീങ്ങുന്നത്. ഓ ശരിക്കും ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലൂ തന്നെയല്ലേ.
കോട്ടൂരുള്ള ബ്ലൂ കേവിനകത്താണ് ഞങ്ങൾ. ഇത് കടലിനോട് ചേർന്നിട്ടുള്ള ഒരു കേവാണ്. അതിൻ്റെ ഉള്ളിലെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ ബ്ലൂ കളറിലാണ്. ബ്ലൂ കേവിൽ നിന്ന് നമ്മൾ അടുത്തൊരു കേവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ കേവിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. നമ്മളങ്ങനെ ആദ്യത്തെ ബ്ലൂ കേവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ അടുത്ത് നിറയെ കേവുകളുണ്ട്. ഇവിടെ ഒരു കേവ് ഉണ്ട്, ഇതാ ലോങ്ങിനൊരു കേവ് കാണാം. പോരുന്ന വഴിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കേവുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വാട്ടറാണ്. അത് ഭയങ്കര ബ്ലൂ കളറാണ്. നല്ല തണുപ്പില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് അവിടെ നീന്താനൊക്കെ ടൈം തരും. നമ്മൾ പോകുന്ന അടുത്ത കേവാണ് ആ കാണുന്നത്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ദൂരെയും തന്നെ കേവ് കാണാം. ഡാർട്ടിൽ ഡോർ പോലത്തെ തന്നെ ഒരു കേവ്. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ടെങ്കിൽ ശരിക്കും ഡാർട്ടിൽ ഡോർ പോലെ തന്നെ. സബ്മറീൻ ടണലാണിത്. ഇത് മാൻമേഡ് ആയിരിക്കും അല്ലേ? ഇതുപോലത്തെ മൂന്ന് സബ്മറൈൻ ടണൽ കൂടി ഉണ്ട് ഇവിടെ. ഇതെല്ലാ ടണലും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇതാണ് ടണലിൻ്റെ മറ്റൊരു വ്യൂ. ഇതിനൊരു 6 മീറ്റർ ആഴമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്, നമ്മുടെ ബോട്ടിന് ഡ്രൈവർ പറഞ്ഞത്. കണക്ഷൻ ഇത്രയും സബ്മറൈൻസ് ഉണ്ട്. എല്ലാമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഡോറുകൾ കാണാം ഇതിൻ്റെ എല്ലാ സൈഡിൽ. രണ്ടര മണിക്കൂർ സ്പീഡ് ബോട്ടിൽ നമ്മൾ ബ്ലൂ കേവും എല്ലാം കണ്ട് തിരിച്ച് കോട്ടൂർ സിറ്റി സെൻറ്ററിലെത്തി. ഇപ്പോൾ സമയം 3 മണിക്കൂർ ടോട്ടൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിലെത്തി. സമയം 5:15. നല്ല ഇരുട്ടൊക്കെ ആയി തുടങ്ങി. ഇനി മോണ്ടിനേറിലെ മറ്റൊരു സിറ്റിയായ എന്തായിരുന്നു പേര്? ബുഡുവയിലേക്ക് പോവുകയാണ്. നല്ല രസമായിട്ട് ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഷോപ്സൊക്കെ ലൈവാണ്. ഇരുട്ടാണെങ്കിലും സമയം 5 ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഷോപ്സൊക്കെ ലൈവാണ്. നമ്മൾ അടുത്ത ഒരു സിറ്റിയിലേക്ക് പോവുകയാണ്, ബുഡുവ. നമ്മളങ്ങനെ ബുഡുവ സിറ്റി സെൻറ്ററിലെത്തി. അപ്പോൾ നമ്മൾ ബുഡുവയിൽ എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് നേരം വൈകിയായിരുന്നു. ഒരു അരമണിക്കൂറും കൂടി എടുക്കുമായിരുന്നു. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബുഡുവയിൽ എത്തിക്കഴിഞ്ഞിട്ട് രാത്രിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇത് ബുഡുവ ഓൾഡ് സിറ്റിയാണ്. ഇതൊരു ഫോർട്ടാണ്. ഈ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെ എല്ലാം സെലിബ്രേഷൻ ചെയ്തതിൻ്റെ ബാലൻസുള്ള അലങ്കാര പരിപാടികളെല്ലാം ഇപ്പോഴും ഡെക്കറേഷൻസൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ നടക്കുന്ന ഈ വഴികളെല്ലാം ഇവിടെ വണ്ടികളൊന്നും വരില്ലാത്തൊരു വഴിയായതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് നടക്കാം. എൻ്റെ ഈ വഴികളെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലൊക്കെ പാകിയിട്ടിരിക്കുകയാണ്. നമ്മളൊരു എന്താ വീടിനകത്തൂടെയൊക്കെ നടക്കുന്ന പോലെയുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വഴിയാണിത്. ചുറ്റും നിറയെ ഷോപ്സാണ്. ഈ സ്ക്വയറിൻ്റെ പേരുണ്ടോ? ദ സ്ക്വയർ ഓഫ് പോയിറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ കണ്ടോ? ഇവിടെ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ മേലെ നന്നായിട്ട് മിനുസത്തിലുള്ളൊരു പ്രതലമുണ്ട്, ഒരു മേശ പോലെ. അവിടെ ഈ ചെയർ ഇതുണ്ട്, നാച്ചുറലായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെയറാണ് കല്ലുകൾ വെച്ച്. ആ ചെയറിലിരുന്ന് കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് പോയിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓൾഡ് ഫോർട്ട് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഷോറൂംസൊക്കെ ഉള്ളത്. ഇതേപോലെ പല വഴിയിലേക്ക് ഇങ്ങനെ ആ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പല വഴികളുണ്ട്. എല്ലായിടത്തും ഇതേപോലെ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള കടകളാണ്, ഫുള്ള് ഷോറൂംസാണ്. ഈ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്ഥലങ്ങളും കാണാൻ നല്ല ഭംഗിയായിട്ടോ. ഓരോ ബിൽഡിങ്ങുകൾ കാണാൻ വേണ്ടിയിട്ട്. അത് റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, ഷോറൂംസ്, സൂവനീർ ഷോപ്സ്, അങ്ങനെ ഡ്രസ്സിൻ്റെ ഷോപ്സ്, അങ്ങനെ എല്ലാം ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഫോർട്ടാണ്. ഇതിൻ്റെ നിർമ്മിതികളെല്ലാം നല്ല വലുപ്പത്തിലുള്ളതാണ്. ഇങ്ങോട്ടേക്ക് ഒരു കടലാണ്. ഒരു കടലിൻ്റെ തീരത്തുള്ള ഫോർട്ടാണ്. അപ്പോൾ നമുക്ക്
രാത്രി ആയതുകൊണ്ടാണ് കടൽ കാണാൻ പറ്റാത്തത്. പക്ഷേ ഈ ഫോർട്ടിനുള്ളിലൂടെ നടക്കാനും ഇവിടുത്തെ ഷോറൂംസൊക്കെ കാണാൻ അടിപൊളിയാണേ. ഇത് കണ്ടോ, എന്തൊരു വലിയ ബിൽഡിംഗ് ആണ് ഇത്. 7th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഈ ചെറിയ വഴികളിലൂടെ നടന്ന് ഇത്തരത്തിലുള്ള ഷോറൂംസ് എല്ലാം കണ്ട് ഇതിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ശരിക്കും ഞങ്ങൾക്ക് ഇത് രാത്രി ആയതുകൊണ്ട് ഷോപ്സ് എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് പകൽ വരുമ്പോൾ ഇതും ഭയങ്കര മനോഹരമായിരിക്കും കേട്ടോ. ബുഡുവയിലുള്ള ഈ ഫോർട്ട് റോമൻ സാമ്രാജ്യം അവർക്കിടെ ഭരണ സമയത്ത് ഇതിവിടെ ഒരു അൾത്താരയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വേറൊരു ഷോറൂമുണ്ട്. ഇതുണ്ട്, നമ്മൾ മറ്റൊരു ഇടവഴിയിലൂടെ പോവാണ്. ഇതിനകത്ത് പബ്ബുകളുണ്ട്, അതുപോലെ തന്നെ റെസിഡൻസ് താമസിക്കുന്നുണ്ട്. ഈ ഒരു പഴയ ഫോർട്ട് അത് പല രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർട്ടിൻ്റെ മറ്റൊരു ഗേറ്റിലൂടെ നമ്മൾ എക്സിറ്റ് അടിച്ചു. ഫോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പുറത്തുള്ള കാഴ്ച കേട്ടോ. ഇത് കണ്ടോ, നിറയെ യാട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നു, വലിയ ബിൽഡിങ്ങുകളൊക്കെ, ഒരു വാക്ക് വേ പോലത്തെ ഒരു വഴി. ഇതാണ് ആ ഫോർട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ബുഡുവ ടൗണ് നല്ല രസം കേട്ടോ. നമുക്ക് ഫുള്ള് ലൈറ്റിംഗ് ആയതുകൊണ്ട് ചില വീഡിയോസൊന്നും ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോ എടുക്കാതിരുന്നത്. നമ്മൾ ശരിക്കും ബുഡുവ ടൗണിലൂടെ ഒരുപാട് നേരം നടന്നായിരുന്നു. ഇന്ന് നമ്മൾ മോണ്ടിന്യൂഗ്രോയിൽ 2 ടൗണുകളാണ് മെയിനായിട്ട് പോയത്. ഒന്ന് ബുഡുവയും ഒന്ന് കോട്ടൂരും. അതിൻ്റെ വീഡിയോസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് എല്ലാം തരിക. അപ്പോൾ താങ്ക് യു.